വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ഇന്ന് ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴി ദൈവം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ നാട്ടിലും ഒത്തിരി അനുഗ്രഹവും നന്മയും വർഷിക്കട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ദാനിയേൽ പ്രവാചകനെ ശത്രുക്കൾ സിംഹത്തിന്റെ കൂട്ടിലേക്ക് എറിയുകയാണ്. നാം ഇന്ന് വായിച്ചു കേട്ട ആ വായനയിൽ രാജാവ് പിറ്റേ ദിവസം ദാനിയേലിനെ കാണാൻ വരുമ്പോൾ സിംഹങ്ങളുമായി ചങ്ങാത്തത്തിലായ ദാനിയേലിനെയാണ് രാജാവ് കാണുക. എന്താണ് ഇതിന്റെ കാരണമെന്നുള്ള രാജാവിന്റെ ചോദ്യത്തിന് ഉത്തരമായി ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു, എന്റെ ദൈവം സിംഹങ്ങളുടെ വായ് കൂട്ടിക്കിട്ടി. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ തന്റെ ബലഹീനതകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ പരിശ്രമിക്കുകയാണ്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ മരണം വരെ നമ്മൾ എന്നും അനുസ്മരിക്കേണ്ട, എല്ലാ ദിവസവും അനുസ്മരിക്കേണ്ട ഒരു തിരുവചനമാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള നീ നൽകിയിരിക്കുന്നു, അതെന്നെ അസ്വസ്ഥനാക്കുന്നു, എന്നെ ദുഃഖിതനാക്കുന്നു, എനിക്ക് അതിൽ നിന്ന് ഒരു ഒഴിവ് തരണം എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. നിന്റെ മുള്ളു മാറ്റാനോ നിന്റെ ബലഹീനത മാറ്റാനോ ഞാൻ ശ്രമിക്കില്ല, മറിച്ച് ഞാൻ തരുന്നത് എൻ്റെ കൃപയാണ്. വളരെ ശ്രദ്ധേയമായ തിരുവചനമാണത്. മൂന്നാമത്തെ സുവിശേഷത്തിൽ ഈ ആദ്യത്തെ രണ്ട് വായനയുടെ ഏറ്റവും മൂർത്തമായിട്ടുള്ള ചിന്തയാണ് ഇന്നത്തെ സുവിശേഷം നൽകുക. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ കുരിശുപടി തന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ആദ്യത്തെ രണ്ട് വായനയിൽ കണ്ട വ്യക്തികളെ പരിശോധിച്ചാൽ ദാനിയേൽ പ്രവാചകനും പൗലോസ് അപ്പോസ്തലനും എന്തുകൊണ്ടാണ് വളരെ ധൈര്യസമേതം ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനായിട്ട് തയ്യാറായി? അതിന്റെ ഉത്തരമാണ് ഈ സുവിശേഷം. തങ്ങളുടെ മാതാപിതാക്കളെക്കാളും തങ്ങളുടെ പുത്രന്മാരെ പുത്രിമാരെക്കാളും അധികമായി ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട്. ഉത്തരം വളരെ ലളിതമാണ്. അതുകൊണ്ടാണ് സിംഹങ്ങളുടെ മുമ്പിൽ നിന്നപ്പോൾ സിംഹങ്ങൾ വായ് മൂടിക്കെട്ടേണ്ടി വന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതയാത്രയിൽ ഒരു പുരുഷായുസ്സിന് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ അധികമായ സംഭാവന സഭയ്ക്ക് നൽകുവാൻ പൗലോസ് അപ്പോസ്തലനിലൂടെ കഴിഞ്ഞത്. പൗലോസ് അപ്പോസ്തലനെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ലേഖനം മാത്രം വായിച്ചാൽ മതി. ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ ഒരു ലേഖനം എഴുതാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ്. അത്രമാത്രം ആശയങ്ങളുടെ സമ്പന്നതയേക്കാൾ കൂടുതലായി ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഓരോ വ്യക്തിയെയും കൊണ്ടെത്തിക്കുന്ന അപാരമായ മാസ്മര ശക്തിയുള്ള വചനങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിലൂടെ ലോകത്തിന് നൽകിയത്. വിശുദ്ധ ഗീവർഗീസിനെ നാം ഇന്ന് അനുസ്മരിക്കുന്നുണ്ട്. വിശുദ്ധ ഗീവർഗീസിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഒരു പടയാളിയായിരുന്നു. മതമർദ്ദനം രാജാവ് ആരംഭിച്ചപ്പോൾ ഒരു ക്രൈസ്തവനായ ഗീവർഗീസ്
ഗീവർഗീസ് വളരെ ശക്തിയുദ്ധം അദ്ദേഹം രാജാവിന്റെ മുമ്പിൽ ഈ പീഡനം പാടില്ല എന്ന് പറയുന്നതായി ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം ധൈര്യശാലിയായിരുന്നു. ആ ധൈര്യം അദ്ദേഹം തന്റെ ഭരണാധികാരിയുടെ മുൻപിൽ പ്രകടമാക്കിയപ്പോൾ പലതരത്തിലുള്ള പ്രേരണ രാജാവ് കൊടുത്തു. ഇതിൽ നിന്ന് നീ പിന്മാറുക. എന്നാൽ അതിന് തയ്യാറാകാതെ തന്റെ സഹോദരങ്ങളായ ക്രൈസ്തവർ ഈ പീഡനത്താൽ വലയുമ്പോൾ മരിക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമോ ഒരു ജീവിതമോ തനിക്ക് വേണ്ട എന്ന ദൃഢനിശ്ചയത്തോടെ രാജാവിനെതിരെ വീണ്ടും ശബ്ദമുയർത്തിയപ്പോൾ ഡയോക്ലീഷ്യസ് അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിച്ചു കളഞ്ഞ് ആ ജീവിതം ഡയോക്ലീഷ്യൻ അവസാനിപ്പിച്ചു. പക്ഷേ ആ ജീവിതം തുടരുകയായിരുന്നു. ശിരസ് നഷ്ടപ്പെട്ട ഗീവർഗീസ് ശക്തനായിട്ട് ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന് എന്നും ഒരു മാതൃകയായി പ്രചോദനമായി ജീവിത വഴികളിൽ സകലങ്ങളുടെ യാത്രയിൽ കൂട്ടുകാരനായി പ്രചോദനമായി മാതൃകയായി വിശുദ്ധ ഗീവർഗീസ് ഇന്ന് സജീവമായി ജീവിക്കുന്നു. വിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളിൽ അനേകം വിശ്വാസികളാണ് തിങ്ങിക്കൂടുന്നത്. എന്നാൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ രൂപം നമ്മുടെ മനസ്സിൽ നിന്നും നമ്മൾ സൂക്ഷിക്കുന്ന ഒരു രൂപമാണ്. പല വിശുദ്ധരായിട്ടുള്ള ആളുകളുടെ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി കയ്യിൽ ഒരു കുന്തം പിടിച്ച് അത് ഒരു വലിയ സർപ്പത്തിന്റെ വായ പിളർത്തുന്ന ഒരു ചിത്രം. അതാണ് വിശുദ്ധ ഗീവർഗീസിനെ നമ്മൾ കാണുന്നത്. അവിടെയാണ് അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ധൈര്യത്തെയായിരുന്നു. വളരെ ധൈര്യശാലിയായ ഒരു മനുഷ്യൻ. അതോടൊപ്പം ലിബിയ എന്ന രാജകുമാരിയെ അദ്ദേഹം വലിയൊരു സർപ്പത്തിന്റെ നിന്ന് രക്ഷിച്ചു എന്ന് 12ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ഒരു ഐതിഹ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഒരു സർപ്പത്തിന്റെ തല തകർക്കുന്നതായിട്ട് നമ്മൾ ഈ രൂപത്തിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അത് എല്ലാത്തിനേക്കാൾ വലിയൊരു സ്നേഹമാണ്. നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ലോകത്തിൽ ദൈവം പറഞ്ഞ ഈ സ്നേഹമാണ് മാതാപിതാക്കന്മാരോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, എല്ലാ സ്നേഹം നമ്മൾ എടുത്താലും ആ സ്നേഹത്തിന് ഒരു പരിമിതിയുണ്ട്. ഈ പറഞ്ഞവരെല്ലാവരും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകട്ടെ, നമ്മളൊന്ന് തകരട്ടെ, ഈ പറഞ്ഞവരെല്ലാം നമ്മളെ കൈവിടും. ഒരു സംശയം, അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവർക്കും എപ്പോഴും സമ്പന്നരായിരിക്കുന്നവരും സന്തുഷ്ടരായിരിക്കുന്നവരും ഒക്കെ മതി. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയല്ല. അവൻ സ്നേഹിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. പൗലോസ് വളരെ വ്യക്തമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അവൻ സ്നേഹിക്കുന്നവർക്ക് ബലഹീനതകളുണ്ട്, അവൻ സ്നേഹിക്കുന്നവർക്ക് കുറവുകളുണ്ട്, അവൻ സ്നേഹിക്കുന്നവർ മോക്ഷന്മാരാണെന്ന് ലോകം പറയും. പക്ഷേ ദൈവം അവരോട് പറയും, തന്നോടൊത്ത് ജീവിക്കുന്നവരോട് എന്റെ കൃപ മതി നിങ്ങൾക്ക്. ഈ ഒരു വചനം ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ശക്തി പകരുന്നതാണ്. നമ്മളെല്ലാം ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഞാനും നിങ്ങളുമെല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ ആരും വിചാരിക്കരുത് എപ്പോഴും നമുക്ക് സ്വച്ഛന്തമായ ഒരു ജീവിതാനുഭവം ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ്. ഞാനും നിങ്ങളുമെല്ലാം പ്രതീക്ഷിക്കാത്ത ജീവിതത്തിന്റെ ദുഃഖകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരും പോകേണ്ടവരുമാണ്. പക്ഷേ അവിടെയെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വചനം നമ്മൾ മറക്കരുത്. നീ എന്തിനാണ് ഭയപ്പെടുക, എന്റെ കൃപ മതി നിനക്ക്. ഈ കൃപ എങ്ങനെ കിട്ടും? മാതാപിതാക്കളെക്കാളും സഹോദരങ്ങളെക്കാളും മക്കളെക്കാളും അവനെ സ്നേഹിച്ചാൽ മാത്രമേ ആ കൃപ ലഭിക്കൂ. അതൊരു സത്യമാണ്. ദാനിയേൽ പ്രവാചകനും പൗലോസ് അപ്പോസ്തലനും ഗീവർഗീസിനും എല്ലാം ലഭിച്ചത് കൃപയായിരുന്നു.
രാജാവിന്റെ മുമ്പിൽ തന്റെ ജീവിതം ഇതാ അവസാനിപ്പിക്കുവാനാണ്, എന്റെ ശിരസ്സെടുത്തോ എന്ന് പറയുവാൻ തക്ക രീതിയിൽ വളർന്ന ഒരു വ്യക്തിത്വം എന്താണ്? അത് സ്നേഹമല്ലാതെ എന്ത് വ്യക്തിത്വം? ഈ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ആഴങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. ആ സ്നേഹത്തിൽ ആഴപ്പെടാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. രോഗവും വേദനയും ഉണ്ടാകുമ്പോൾ മാത്രമല്ല ദൈവത്തെ വിളിക്കേണ്ടത്, വിളിക്കേണ്ട ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും വിളിക്കണം അവനെ. അവൻ പറയും, എന്റെയും നിങ്ങളുടെയും കാതുകളിൽ അവൻ പറയും, എന്റെ കൃപ മതി നിനക്ക്. രോഗം തരും. അവൻ പറയും എന്റെ ഹൃദയത്തിൽ, എന്റെ കൃപ മതി നിനക്ക്. ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി ഞാൻ നിനക്ക് നൽകും. പരാജയം ഉണ്ടാകട്ടെ, ഭയപ്പെടരുത്. അവൻ പറയും പരാജയത്തിൽ, നീ ഭയപ്പെടേണ്ട, എന്റെ കൃപയുണ്ട് നിന്റെ കൂടെ. സ്നേഹമുള്ളവരെ, ഇതുപോലെയുള്ള ജീവിതാനുഭവങ്ങൾ എന്തിനാണ് ദൈവം തരുന്നത് എന്ന് ചോദിച്ചാൽ അത് ദൈവത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തെ നമ്മൾ അടുത്തറിയുവാൻ വേണ്ടി ചില ജീവിതങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ദൈവം ചിലപ്പോൾ പരാജയം കൊടുത്തിട്ട് അല്ലെങ്കിൽ ദുഃഖകരമായ അനുഭവങ്ങളിൽ കാത്തു സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ ദൈവം തരുന്നത് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ സമ്പന്നമാക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ഈ ഒരു ചിന്തയിലേക്ക് എന്നെയും നിങ്ങളെയും നയിക്കട്ടെ. ദൈവത്തെക്കാൾ അധികമായി ഒന്നിനെയും സ്നേഹിക്കാതിരിക്കുക. ഈ ദിവസങ്ങളിൽ ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തെ പതിക്കട്ടെ. എന്റെ കൃപ മതി നിനക്ക് എന്ന് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്സവത്തിനും കൊടുക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. വഴി ശക്തിയും ജീവനുമായ രക്ഷിതാവേ, നിന്റെ പുനരുദ്ധാനത്തിലാണ് ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മഴയിൽ നിന്ന് മഴമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായ പുരുഷനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായ ഒരു കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളുടെ കൂടെ കുരിശ് തരുവാനും ആനാസമാർഗത്തിൽ നിത്യജീവൻ നടത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്ന പരിശുദ്ധങ്ങളിൽ ഞങ്ങളുടെ അധികാരന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യത്താലും രോഗത്താലും പറയുന്നവരും സത്യത്തെ പ്രതി പീഡിപ്പിക്കുന്നവരും നിന്റെ മഹത്വപൂർണമായ ഉദാഹരണത്തെയും അവനെയുമായ സർവഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം വിടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീരങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസവും പ്രതീക്ഷകളും നമുക്കെല്ലാവർക്കും നമ്മെ നമ്മോടനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നിന്റെ മഹത്വത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാനിടയാക്കണമേ. സകലത്തിന്റെയും നാഥായ
നമ്മുടെ പ്രധാന കുരിശ് വഴിസൈഡിലുള്ള പ്രധാന കുരിശ് ചുറ്റി തിരിച്ച് ദേവാലയം ചുറ്റി നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ടൗണിലേക്ക് പോകുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ പ്രദർശനം നമുക്ക് തീർക്കാവുന്നതാണ്. അതുകൊണ്ട് ആരും കാഴ്ചക്കാരായി നിൽക്കാതെ ഈ പ്രദർശനം എന്ന് പറയുന്നത് വിശുദ്ധരോടുള്ള നമ്മുടെ ബഹുമാനത്തിൻ്റെ ഒരു സൂചകമായിട്ടാണ് നമ്മൾ പ്രദർശനം. ും
അനന്തമായ സഹായവും 600 രൂപ 600 രൂപ 650 രൂപ 700 രൂപ 700 രൂപ 700 രൂപ ഒരു തരം 750 രൂപ 750 രൂപ 3 കിലോ ഉണ്ട് 750 രൂപ ഒരു തരം 900 രൂപ 900 രൂപ ഒരു തരം 1000 രൂപ 1100 രൂപ 1100 രൂപ 1200 രൂപ 1200 രൂപ ഒരു തരം 1200 രൂപ രണ്ട് തരം 1200 രൂപ രണ്ട് തരം ഉറപ്പിക്കാൻ പോണു 1200 രൂപ മൂന്നരം 500 രൂപ 500 രൂപ 500 രൂപ ഒരു തരം 600 രൂപ 600 രൂപ 600 രൂപ ഒരു തരം 600 രൂപ രണ്ട് തരം ഉറപ്പിക്കാൻ പോണു 600 രൂപ രണ്ട് തരം 600 രൂപ മൂന്നരം മൂന്നരം